എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിങ്ങക്കൂറുകാർക്ക് 2026 എങ്ങനെയുണ്ട് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമ ശനിയുടെ കാലഘട്ടമാണ്. ഈ രാശിഫലം പറയുന്നത് നിങ്ങളുടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ രാശിയുടെ അധിപൻ സൂര്യനാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 നല്ലൊരു മാറ്റത്തിൻ്റെ വർഷമാണ്. അഷ്ടമശനി എന്ന കടമ്പ കടക്കേണ്ട സമയമാണ്. 8ാം ഭാവത്തിൽ ശനി, 1-7 ഭാവങ്ങളിൽ രാഹുകേതുക്കളും നിൽക്കുന്നത് നിങ്ങളുടെ ക്ഷമയെയും ആരോഗ്യത്തെയും ഒക്കെ പരീക്ഷിച്ചേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട, വ്യാഴം ആശ്വാസമായി എത്തുന്നുണ്ട്. ജൂൺ മുതൽ വ്യാഴം ഉച്ചത്തിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു വിപരീത രാജയോഗം നൽകും. ഇത് വലിയ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതുമാണ്. ശനി വർഷം മുഴുവൻ 8ാം ഭാവമായ മീനരാശിയിലാണ് തുടരുന്നത്. ഇത് കാര്യതടസ്സം, അലസത, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. എന്നാൽ ഈ സമയമൊക്കെ വളരെ ക്ഷമയോടെയൊക്കെ നേരിട്ടാൽ ജീവിതത്തിലെ വലിയ പാഠങ്ങളൊക്കെ പഠിച്ച് പക്വതയൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. രാഹുകേതുക്കൾ ഡിസംബർ 6 വരെ രാഹു 7ാം ഭാവത്തിലും കേതു 1ാം ഭാവത്തിലും നിൽക്കുന്നു. 7ലെ രാഹു ദാമ്പത്യത്തിലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. 1ൽ കേതു നിൽക്കുന്നത് ആത്മവിശ്വാസക്കുറവ്, ഏകാന്തത എന്നിവയൊക്കെ നൽകാം. ഡിസംബർ 6 ആകുമ്പോൾ രാഹു 6ലേക്കൊക്കെ മാറുന്നത് ശത്രുക്കളെ ജയിക്കാനും ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാനും സഹായിക്കുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജൂൺ 1 വരെ 11ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത് നല്ലൊരു ആശ്വാസമാണ്. ഈ സമയത്ത് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ്. ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം 12ാം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ഇത് ചിലവുകളൊക്കെ വർദ്ധിപ്പിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്കോ പുണ്യകർമ്മങ്ങൾക്കോ ഒക്കെ വേണ്ടിയായിരിക്കും ആ ചിലവുകൾ വർദ്ധിക്കുന്നത്. ദൈവാധീനമൊക്കെ വർദ്ധിക്കുന്നതാണ്. അഷ്ടമശനി കഠിനമായ പരീക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാക്കിയാലും ആത്മീയമായ ഒരു വളർച്ച നേടിത്തരുന്നതാണ്. രാഹുകേതുക്കളൊക്കെ നിൽക്കുന്നത് കാരണം ദാമ്പത്യത്തിലും ഒക്കെ ശ്രദ്ധ വേണം. പങ്കാളിയുമായിട്ടൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക. 11ലൊക്കെ വ്യാഴം ജൂൺ മാസം വരെയൊക്കെ നിൽക്കുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിത്തരും. ഈ സമയത്ത് സുഹൃത്തുക്കളുടെയൊക്കെ സഹായവും ലഭിക്കുന്നതാണ്. വ്യാഴം ജൂണിൽ 12ാം ഭാവത്തിലേക്ക് മാറുന്നത് വിദേശയാത്രയ്ക്കും തീർത്ഥാടനത്തിനും അതുപോലെ ദൈവാധീനമൊക്കെ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നതാണ്. 2026 ജോലിയിൽ വലിയ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ എടുത്തുചാട്ടങ്ങൾക്കോ ഒന്നും മുതിരരുത്. അഷ്ടമശനിയൊക്കെ കാരണം ജോലിസ്ഥലത്ത് സമ്മർദ്ദമൊക്കെ ഉണ്ടായേക്കാം. മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും ഒരു അർഹമായ അംഗീകാരം എപ്പോഴെങ്കിലും ഈ സമയത്ത് കിട്ടുന്നതാണ്. ചെയ്ത ജോലിക്കൊക്കെ കൂലിയില്ല എന്ന അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം. എങ്കിലും 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്കൊരു താങ്ങായിരിക്കും. ശമ്പള വർധനവോ പുതിയ അവസരങ്ങളോ ഒക്കെ ഈ സമയത്ത് ലഭിക്കാം. ജൂണിന് ശേഷം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ സമയമാണ്. 12ലൊക്കെ വ്യാഴം നിൽക്കുന്നത് ജൂണിന് ശേഷം വിദേശയാത്രകൾക്കൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതാണ്. തൊഴിൽ സ്ഥലത്ത് യാതൊരു കാരണവശാലും തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത്. ജോലിയൊക്കെ മാറുന്നതിന് മുമ്പ് 2 വട്ടം കൂടി ചിന്തിക്കുക. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വളരെ നീതിപൂർവമായിട്ട് പെരുമാറുക. ബിസിനസ്സുകാർക്ക് 7ലെ രാഹുവും 8ലെ ശനിയും അത്ര ഒരു അനുകൂലമല്ല. പാർട്ട്ണർഷിപ്പിൽ വിള്ളലുകളൊക്കെ വീണേക്കാം. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വരാതെ നോക്കേണ്ടതാണ്. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ ആരുടെയെങ്കിലും വിദഗ്ധരുടെയൊക്കെ ഉപദേശം തേടുക. അമിത ലാഭമൊക്കെ പ്രതീക്ഷിച്ച് റിസ്കുകൾ എടുക്കാൻ തയ്യാറാകരുത്. സാമ്പത്തികമായിട്ട് 2026 ഒരു ലാഭസ്ഥാനത്ത് വ്യാഴമൊക്കെ ഉള്ളതിനാൽ വരുമാനമൊക്കെ ഈ സമയത്ത് തടസ്സമില്ലാതൊക്കെ നിൽക്കുന്നതാണ്. ജൂൺ വരെ ചിട്ടി, ബോണസ് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ ജൂൺ 2-ന് ശേഷം വ്യാഴം 12ലേക്കൊക്കെ മാറുമ്പോൾ ചിലവുകളൊക്കെ ചിലപ്പോൾ കൂടാം. അഷ്ടമശനി കൂടി ഉള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായ ചിലവുകൾ, ചികിത്സാ സംബന്ധമായിട്ടുള്ള ചിലവുകൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. പണം ആർക്കെങ്കിലും കടം കൊടുക്കുന്നത് ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം അത് ആർക്കെങ്കിലും കടം തിരികെ കൊടുത്താൽ ആ പണം തിരികെ കിട്ടാൻ പാടായിരിക്കും. ഓഹരി വിപണിയിലോ ഊഹക്കച്ചവടത്തിലോ
ഒക്കെ പണം മുടക്കുന്നത് ആലോചിച്ച് വേണം. ചിലപ്പോൾ അതൊക്കെ നഷ്ടം വരുത്തിയേക്കാം. കുടുംബജീവിതത്തിൽ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അത്യാവശ്യമായ ഒരു സന്ദർഭമാണ്. 7-ാം ഭാവത്തിൽ രാഹു കേതു ദമ്പതികൾക്കിടയിലൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയേക്കാം. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. 1-ാം ഭാവത്തിലെ കേതു കാരണം എന്ത് കാര്യത്തിൽ ഉൾവലിയാനുള്ള ഒരു പ്രവണതയോ ദേഷ്യമോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അവിവാഹിതർക്ക് ജൂൺ 1 വരെ വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. ജൂൺ 1 ശേഷം ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒരു ഒക്ടോബർ മാസത്തിനൊക്കെ ശേഷം കുടുംബത്തിലെ സമാധാനമൊക്കെ തിരികെ വരുന്നതും തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതുമാണ്. 2026 ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്ടമശനി, വിട്ടുമാറാത്ത അസുഖങ്ങളെ, വാദം, സന്ധിവേദനയൊക്കെ നൽകിയേക്കാം. 1-ലൊക്കെ കേതു നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് എന്തസുഖമാണ് എനിക്കുള്ളത് എന്ന് തന്നെ ചിലപ്പോൾ അറിയാൻ പാടായിരിക്കും. സെപ്റ്റംബർ നവംബർ മാസത്തിൽ ചൊവ്വ 12-ാം ഭാവത്തിലൊക്കെ നീചനായിട്ട് വരും. ആ സമയത്ത് പരിക്കുകളെ, വീഴ്ചകളെ എന്നിവ സൂക്ഷിക്കേണ്ടതാണ്. 2 വീലറും വണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ ഈ സമയത്ത് യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. 1-ലൊക്കെ കേതു നിൽക്കുന്നത്. പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും മനസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിയാം. എന്നാൽ അഷ്ടമശനി ഈ ഗവേഷണമൊക്കെ നടത്തുന്നവർ, ആഴത്തിലുള്ള പഠനമൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ ഈ അഷ്ടമശനി വളരെയധികം ഗുണം ചെയ്യും. ജൂൺ മാസം മുതൽ വ്യാഴമൊക്കെ 12-ൽ വരുന്നത് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ്. സ്കോളർഷിപ്പുകളൊക്കെ ഈ സമയത്ത് അവർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്തൊക്കെ ദോഷപരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അഷ്ടമശനിയുടെ ദോഷമൊക്കെ കുറയ്ക്കാനും രാഹുകേതുക്കളുടെയൊക്കെ ദോഷം മാറ്റാനും ഒക്കെ വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച വ്രതമൊക്കെ നോക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പ്രായമായവരെയും രോഗികളെയും ഒക്കെ സഹായിക്കുക. ശനി കർമ്മ ഫലദാതാവായതുകൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. ദിവസവും ആദിത്യ ഹൃദയം ജപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിന് നന്നായിരിക്കും. അതുപോലെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. ഞായറാഴ്ചകളിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. രാഹുകേതു ദോഷങ്ങൾ മാറാൻ ഗണപതിയെയും ദുർഗാദേവിയെയും ഒക്കെ പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ക്ഷമയൊരു ശീലമാക്കുക, പങ്കാളിയോടൊക്കെ എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നൊക്കെ സംസാരിക്കുക, മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. വലിയ റിസ്കുകൾ 2026 നിങ്ങൾ എടുക്കരുത്. ഒരു കാരണവശാലും അനാവശ്യ തർക്കങ്ങളിലും പോയി ഇടപെടരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.